ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ പിണറായി വിജയനും സോണിയാഗാന്ധിയും സംശയത്തിന്റെ പ്രതിപട്ടികയിലെന്ന് ബി.ജെ.പി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഭയന്ന് ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി നീങ്ങുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പിണറായിയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് ബി.ജെ.പി. കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത്. പാറപ്രം റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പിണറായിയും സതീശനും ഒരേ തൂവൽ പക്ഷികളാണെന്നും അദ്ദേഹം ആരോപിച്ചു. പത്മകുമാറിനെയും എൻവാസുവിനെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിലേക്ക് പോകാൻ എപ്പോഴാണോ SIT തയ്യാറായത്, അന്നു മുതലാണ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വലിയ കൂട്ടാളി നടന്നു. വാസുവിന്റെ അറസ്റ്റിന് ശേഷം വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ ചോദ്യം ചെയ്യപ്പെടുന്നത്. പത്മകുമാർ ചോദ്യം ചെയ്യപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? ഈ കാലതാമസം വന്നപ്പോഴാണ് വാസുവിൽ നിന്ന് പത്മകുമാറിലേക്കുള്ള അന്വേഷണത്തിന്റെ പുരോഗതിയിൽ ബോധപൂർവം SIT കാലതാമസം വരുത്തിയപ്പോഴാണ് SITയുടെ സത്യസന്ധതയെക്കുറിച്ച് വിശ്വാസ്യതയെക്കുറിച്ച് ആളുകൾക്ക് സംശയം തോന്നിയത്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് SIT തയ്യാറാകുന്നില്ല? കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ പിന്നീടുള്ള അറസ്റ്റ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ, യുവമോർച്ച സംസ്ഥാന സഹപ്രഭാരി O നിതീഷ്, ബി.ജെ.പി. കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി തുടങ്ങി നിരവധി പേർ മാർച്ചിന് നേതൃത്വം നൽകി. ജനം, കണ്ണൂർ.